സൂര്യനിലും ചന്ദ്രനിലും സകല ചരാചരങ്ങളിലും നമ്മിലും ഈ ഭൂമിയിലും എല്ലാം കുടികൊള്ളുന്ന അതേ ചൈതന്യം, അതേ ഊർജം തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പവും. നമ്മുടെ മനസ്സിൽ ഭഗവാന് ഇതാണ് രൂപം, ഇതാണ് ഭഗവാന്റെ ഭാവം എന്ന് നാം ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ആ രൂപത്തോട് നമ്മുടെ മനസ്സിൽ ഭക്തി ജനിക്കുകയാണ്. ഭക്തി എന്നത് ഊർജമാണ്. അത് ആ ഊർജം ഭഗവാനിലേക്ക് എത്തുന്നതാണ്. ഭഗവാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഭാവമാണ് അല്ലെങ്കിൽ ഊർജമാണ് ഭക്തി എന്നത്. അത് ഭഗവാനിലേക്ക് മാത്രമേ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭഗവാന് നാം ഒരു രൂപവും ഭാവവും സങ്കല്പിച്ച് ഇതാണ് ഭഗവാൻ എന്ന് ആത്മാർത്ഥമായി നാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് ഭഗവാൻ ആ രൂപത്തിലും ഭാവത്തിലും തന്നെയാവും. അത്തരത്തിൽ ആ ഏത് ഭാവമാണോ ഭഗവാന് സങ്കല്പിക്കുന്നത് അത്തരത്തിൽ ഉള്ള അനുഭവങ്ങളാവും ആ വ്യക്തിക്ക് ഭഗവാൻ നൽകുക.